നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കങ്ങരപ്പടി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും 1000 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാറിയിട്ട് ഒരു 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 4.5 സെൻറ്റിൽ വരുന്ന ഒരു വില്ല കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ കാണുന്ന വില്ലെന്ന്. 4.5 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. 1600 സ്ക്വയർ ഫീറ്റ് വില്ല വരുന്നുണ്ട്. ഇത്രയും നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ. ഇതാണ് കയറി വരുമ്പോഴുള്ള ഡൈനിങ് വരുന്നത്. വലിയൊരു ഡൈനിങ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസുള്ള ഡൈനിങ് ആണ്. ഒരു ഇത്രയും ലിവിങ്. അപ്പോൾ ഇത്രയും സ്പേസുള്ള ലിവിങ് ആണ് കേട്ടോ. അത്ര നമുക്ക് ഏരിയ നോക്കിയാലേ മനസ്സിലാവും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഇത്രയും ഏരിയ ഉണ്ട് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു വലിയ ടി വി വെക്കാനുള്ള സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു സിമ്പിൾ ഡിസൈനാണ്, പക്ഷേ ഇത് ഭയങ്കര അട്രാക്റ്റീവാണ്. 2 വിൻഡോസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിൽ കിട്ടും. കാര്യം എന്ന് പറഞ്ഞാലേ കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. അത്യാവശ്യം അർജൻസിയിൽ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഞാൻ അതിന് പിന്നെ കുറച്ച് നാൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസാണ് പ്രൊമോട്ട് ചെയ്യണുള്ളൂ. അർജൻറ്റ് സെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് വരുന്നത്. ഡൈനിങ്ങും അതിനെക്കാട്ടും കുറച്ച് ചെറുതായിട്ടുള്ള ഡൈനിങ് ആണ്. ഇതിരുന്നാലും അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. ചെറിയ ഫാമിലിക്ക് പറ്റിയതാണ്. 3 ബെഡ്റൂമാണ് ഈ വീട് വരുന്നത്. ഇവിടെ ഡൈനിങ്ങിൽ നമുക്ക് സൈഡിലൊരു വിൻഡോ വരുന്നുണ്ട്. ഡൈനിങ്ങിൽ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ നമ്മൾ ഗ്രാനൈറ്റാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലസ് സ്റ്റീലിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അണ്ടറയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡ് മെഡലിൻ്റെയാണ് നമ്മളെ സ്വിച്ചസ് ഒക്കെ വരുന്നത്. സിറയുടെ ഒരു വാഷിംഗ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് കവർ ചെയ്താൽ ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കിട്ടും. താഴെയും കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നമ്മുടെ ഈ ഒരു സെപ്പറേഷനും അടിപൊളിയായിട്ടുണ്ട്. സിമ്പിൾ വർക്ക് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് താഴത്തെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണല്ലോ. കാര്യം 4.5 സെൻറ്റ് സ്ഥലമുണ്ട്. 1600 സ്ക്വയർ ഫീറ്റ് വീടുള്ളൂ. അപ്പോൾ ചെയ്തിരിക്കുന്ന പണിയൊക്കെ വലിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. ഒരു 3 ഡോർ കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്തേക്കണ കബോർഡുകളാണ്, കണ്ടില്ലേ. നമുക്ക് ഇവിടെ ചെറിയ ഒരു ഡ്രസ്സിങ് ഏരിയ വെച്ചിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. 2 വിൻഡോസും വെച്ചിട്ടുണ്ട്. സീലിംഗ് നോക്കി ഒരു സിമ്പിൾ ഫാമിലിയായിട്ടാണ്. ഫാമിലിയായിട്ടാണ് കൊടുത്തിരിക്കുക. അടിപൊളിയായിട്ട് ഞാനൊക്കെ ഇറങ്ങോട്ടോ. പിന്നെ നമുക്ക് ബാത്റൂമാണ് വരുന്നത്. ഇതാണ് ബാത്റൂം. ഇനി സ്പെഷ്യലായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സിറയുടെ തന്നെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും സിറയാണ്. ടൈലും അത്യാവശ്യം ബ്രാൻഡഡ് ടൈൽസ് തന്നെയാണ്. ഇനി ഈ ഡോറ് സിൻഡെക്സിൻ്റെ പ്ലാസ്റ്റിക് ഡോറാണ്, സ്ട്രോങ് ഡോറാണ്. അടുത്തത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണാണ്. ഇതാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു കോമ്പിനേഷൻ കളറാണ്. ഒരു വുഡൻ ടെക്സ്ചറോട് കൂടിയിട്ടുള്ളൊരു പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്ന കബോർഡുകളാണ് ഈ കാണുന്നത്. ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ഇലക്ട്രിക് ചെമ്മണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കബോർഡിൻ്റെ ഡിസൈനാണ്. പിന്നെ ഗ്രാനൈറ്റ്. പൊതുവെ എല്ലാവരും ടൈൽസാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവിടെ ഗ്രാനൈറ്റ് ആണ്. പിന്നെ താഴെ ഗ്രിപ്പുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പുറത്തൊരു വർക്ക് ഏരിയ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു.
ഇത്രയും ഏരിയ എന്താ പറയുക വർക്ക് ഏരിയക്ക് കൊണ്ട് പുറകിലേക്ക് ഇത്രയും സ്ഥലം നമുക്ക് കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് ഷീറ്റ് ഇട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ, ഞാൻ വെറുതെ തള്ളണമല്ല. അത്യാവശ്യം നമുക്ക് ഓടിയെടുക്കാനും പിള്ളേർ കളിക്കാനായിട്ടുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് അകത്തേക്ക് കയറാം. മേളിൽ പോയി നോക്കാം. നമുക്ക് മേളിലേക്ക് കയറി വരുമ്പോൾ ഇത് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് സെറ്റ് ചെയ്തേക്കുന്ന ഒരു വിൻഡോയാണ്. സാധാരണ മേളിലൊക്കെ കയറ്റിയാണ് നോക്കുന്നത്, പക്ഷേ താഴെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോളിലേക്ക് ഇതിൻ്റെ വെളിച്ചം കിട്ടും. ഇത്ര താഴ്ത്തി വെച്ചേക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മേളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു വലിയൊരു സീലിംഗ് കാണാം, ചെറിയൊരു മിനി ഹോളും കാണാം. ഹോളിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ വർക്കാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. നമ്മുടെ ഓപ്പൺ ടെറസ് ഈ ഹോളിൽ നിന്ന് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്ക് പോകുന്നത്. ഇതാണ് ഓപ്പൺ ടെറസ് ഉള്ളത്. പിന്നെ നമുക്ക് താഴത്തെ മേളത്തെ ബെഡ്റൂമാണ് ഈ വരുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്പേസുള്ള ബെഡ്റൂമാണ്. പിന്നെ അതേ ഈ 3 ഡോർ കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഉള്ള അതേപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വിൻഡോസും ഇവിടെ ഉണ്ട്. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ രീതിയിൽ തന്നെ ഡ്യൂപ്ലിക്കേഷനാണ് മേളിലുള്ളത്. ഇവിടെയും അതേ ടൈൽസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ ബാത്റൂം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതും അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. വലിയ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ താഴത്തെ ലിവിങ് ഏരിയയുടെ അത്രയും ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഒരു 3 ഡോർ കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് തന്നെയാണ്. ഇതും സിറയുടെ തന്നെ മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് ടൈൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇതും ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണ്. അപ്പോൾ മൊത്തത്തിൽ 2 ബാൽക്കണി ഉണ്ട് കേട്ടോ. ഒന്ന് ഹോളിൽ നിന്നും കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഒരു ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. 4 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വന്നിട്ടുണ്ട്. അങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. കാക്കനാട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും വീട് വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു റീസണബിൾ റേറ്റ് നമുക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റും. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 81 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. ഇതൊക്കെ സ്ഥലത്തിനൊക്കെ 8 ലക്ഷം രൂപ ഒക്കെ റേഞ്ചിന് സ്ഥലമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് ആവശ്യക്കാർക്ക് നല്ലൊരു രീതിയിൽ റീസണബിൾ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നാളെ കാണാം. ബൈ.